ഇതാണ് സാഹചര്യം. ഇതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. SIT-യിൽ നിന്നും 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പിന്മാറാനുള്ള സാധ്യതയുണ്ട്. IG MN അനുച്ഛേദ്, DCP സൗമ്യലത എന്നിവർ പിന്മാറാനാണ് സാധ്യത. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇരുവരുടെയും നീക്കമെന്നാണ് മനസ്സിലാവുന്നത്. KV ബൈജു നമുക്കുണ്ട്. ബൈജു, എന്താണ് SIT-യിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുന്നതിന്റെ കാരണം? ഇത് എത്രമാത്രം ഗൗരവതരമാണ്? ടിജി സൈത്തെ, നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ 2 പേരാണ് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ ഔദ്യോഗികമല്ല അനൗദ്യോഗികമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർ 2 പേരും നേരത്തെ ഈ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ സന്ദർശനം നടത്തിയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ളൊരു വിവാദങ്ങളിലേക്ക് പിന്നീട് അത് വഴിവെച്ചേക്കുമോ എന്ന ഒരു ആശങ്ക കൊണ്ടാണ്. അതല്ലാതെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് DGP-യുടെ മേൽനോട്ടത്തിലുള്ള ഒരു സംഘത്തെ ഇത്തരത്തിൽ അന്വേഷിക്കാൻ നിയോഗിക്കണമെന്നായിരുന്നു പ്രധാനമായ ആവശ്യം. അത് കൃത്യമായി അതേപടി തന്നെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം കൃത്യമായ കുറച്ച് ഓഫീസർമാരുടെ പേരുകൾ, ഇത്തരത്തിൽ സത്യസന്ധരായ കുറച്ച് ഓഫീസർമാരുടെ പേരുകൾ ഇവർ നിർദ്ദേശിച്ചിരുന്നു. അതിൽ നിന്നാണ് 4 പേരെ തെരഞ്ഞെടുത്തിരുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 2 പേർ ഇത്തരത്തിൽ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു തീരുമാനവും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും സഹിത്തെ ഈ ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം വിശദമായ ഒരു അന്വേഷണം വേണ്ടുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നമ്മൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഈ പ്രദേശത്ത് പോയിരുന്നു, ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. നിലവിൽ SIT ഇന്ന് മുതലാണ് ഈ അന്വേഷണം സംഘം ആരംഭിക്കുന്നതെങ്കിലും ഇന്ന് വൈകിട്ടോടു കൂടി മാത്രമേ ഇതിലൊരു കൃത്യമായ ഇവരുടെ വ്യക്തത വരൂ. അതിനുശേഷം ധർമ്മസ്ഥലയിലുള്ള മുഴുവൻ കേസുകൾ, ഈ കാണാതായത് സംബന്ധിച്ചും ഇത്തരത്തിലുള്ള അസ്വാഭാവിക മരണങ്ങൾ ഉൾപ്പെടെ എല്ലാ കേസുകളും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരും. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഈ രേഖകൾ, നേരത്തെ ധർമ്മസ്ഥല പോലീസ് ഉണ്ടാക്കിയ രേഖകൾ, അതൊക്കെ ഈ സംഘത്തിന് കൈമാറും. അത്തരം നടപടികളിലേക്ക് കടക്കാനുണ്ട്. എന്നാലും ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രത്യേക സംഘത്തിൽ ആരും തന്നെ ധർമ്മസ്ഥലയിൽ എത്തിയിട്ടില്ല. നമ്മൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. വരും ദിവസങ്ങളായിരിക്കും അത്തരം കാര്യങ്ങളുണ്ടാകും. ഇതിനൊപ്പം ഏറ്റവും പ്രധാനം ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി, അത് വിശദമായി വീണ്ടും ഈ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നുണ്ടെന്നാണ്. 164 രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. നേരത്തെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിനപ്പുറം എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ഇവരോട് വ്യക്തമാക്കുന്നു, അത് ഈ കേസിൽ പ്രധാനമാണ്. ഇതിൽ ആക്ഷൻ കമ്മിറ്റി ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും തരത്തിൽ ഇതിൽ നിന്ന് അന്വേഷണ സംഘത്തിൽ നിന്നും ആളുകൾ മാറുന്നതൊന്നുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയോ അല്ലെങ്കിൽ അവരുടെ ആവശ്യമോ. ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ ഇപ്പോൾ തന്നെ ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകളുണ്ട്. അല്പസമയത്തിനകം തന്നെ അവർ നമ്മോടൊപ്പം ചേരും. അവർ പറയുന്നത് ഈ ശുചീകരണ തൊഴിലാളി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു, ആ പ്രദേശം കുഴിച്ച് പരിശോധന നടത്തണം. അതാണ് ആദ്യം എന്ന നില ചെയ്യേണ്ടത്. അതോടൊപ്പം അനന്യ ഭട്ടിന്റെ ആ കേസിൽ തിരോധാനവുമായി ബന്ധപ്പെട്ട് സുജാത ഭട്ട് അവരുടെ അമ്മ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. ആ കേസിൽ ഇതുവരെ FIR ഇട്ടിട്ടില്ല. പോലീസ് പരാതി സ്വീകരിച്ചിരിക്കുന്നു 23 വർഷത്തിന് ശേഷം. പക്ഷേ അതിൽ FIR ഇതുവരെ ഇട്ടിട്ടില്ല. അതിൽ FIR വിടാനുള്ള നടപടികളും അതിൽ ആ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു അന്വേഷണം നടക്കണം എന്നതാണ് പ്രധാനമായും ഇവരുടെ ആവശ്യം. അതിൽ എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അഭിഭാഷകരുടെ ഒരു പ്രതികരണം ഇനി വരാനുണ്ട്. ഇവരുടെ എല്ലാ കാര്യങ്ങളും ബംഗളൂരുവിലുള്ള അഭിഭാഷകരാണ് ഇത്തരത്തിൽ പുറത്തുവിടുന്നത്. ആക്ഷൻ കമ്മിറ്റിക്ക് ഏതെങ്കിലും തരത്തിൽ നേരിട്ട് ഇതിൽ പ്രതികരിക്കാനൊന്നും അവർ തയ്യാറാകാറില്ല. ഞാൻ ആക്ഷൻ കമ്മിറ്റിമാരോട് സംസാരിച്ചിരുന്നു. അവർ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുമോ അത്തരം ആശങ്കകളൊന്നും അവർക്കില്ല. അതിന്റെ പ്രധാന നേതൃത്വത്തിൽ വഹിക്കുന്ന മഹേഷ് ഷെട്ടിയുടെ വീട്ടിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിന് തൊട്ടടുത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആശങ്കകളൊന്നുമില്ല അവർക്ക്. എന്തായാലും ജയന്ത് നമ്മോടൊപ്പം, ജയന്ത് കൂടി ചേരും അല്പസമയത്തിനകം. ജയന്ത് ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു ആശങ്ക ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഈ പ്രധാനമായും ഈ സ്ഥലം കുറിച്ചുള്ള പരിശോധന, ഏതായാലും സഹിതം നമുക്ക് ആദ്യമായി നമുക്ക് ന്യൂസ് 8 ഇപ്പോൾ ഇതിന് ശേഷം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെ ഒരു പ്രതികരണം നമുക്ക് നൽകാവുന്നതാണ്. ആദ്യമായാണ് ഈ സംഭവത്തിന് ശേഷം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പ്രതികരിക്കുന്നത്. എന്താണ് ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘം 2 പേർ ഒഴിവാകുന്നു എന്ന് പറയുന്നത് ജയന്ത്? എന്താണ് ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ? അല്ല, അതെന്താ സംഭവം എന്ന് പറഞ്ഞെങ്കിൽ അവരായിട്ട് പറഞ്ഞ ഇത്ര വലിയൊരു പ്രശ്നമാണല്ലോ. ഈ പ്രശ്നത്തിൽ ഞാനിപ്പം മനസ്സിലാക്കിയ രീതി, ഞാനിപ്പോൾ അതിൻ്റെ ലെറ്റർ മുഖാന്തരം ഒന്നും വന്നിട്ടില്ല. അതിന് പറഞ്ഞ് ഞങ്ങൾ ആ ക്ഷേത്രത്തിൽ പോയതാണല്ലോ. ക്ഷേത്രം ആകുമ്പോൾ എല്ലാവരും വരും. അവർക്കും അറിയാമല്ലോ ഇത്ര വലിയ പ്രശ്നമുള്ള അറിയുന്നില്ലോ. അങ്ങനെ ഇപ്പോൾ എന്തിനാ നാളെ നമ്മളെ പേരെടുത്തിട്ടിടുന്നത്? അതിന് ഇതിനേക്കാൾ നല്ല ഓഫീസർമാരുണ്ടല്ലോ. അവരെ ആശങ്ക നിലവിൽ ഇല്ല. ഇല്ല അങ്ങനെ ഒരു ഇത്. ഇപ്പം പ്രണാബ് ആ പുള്ളീൻ്റെ പേരിലായതുകൊണ്ട് ഒരു ഡൗട്ടും ഇല്ല. പുള്ളി നല്ല വിശ്വാസം. അതായത് നമ്മൾ DGP മേൽനോട്ടാണ് നമ്മൾ പ്രധാനമായും. അതെ, അതിൻ്റെ താഴെ ഇവരെല്ലാം വരുന്നത്. അന്നേരം പുള്ളിക്ക് ആരെ വേണം നിയമനം ചെയ്യാം.
ഓക്കെ വിശദമായി നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ സൈത, ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇത് ആദ്യ പ്രതികരണമാണ് ആക്ഷൻ കമ്മിറ്റിയുടെ. ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്ക അവർക്കില്ല. DGPയുടെ നേതൃത്വ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘം അത് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്.